അഭിവന്ദ്യ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ദി പ്ലാക്കാർഡ് പബ്ലിക് ലൈബ്രറിയുടെ 64-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി ഞാനൊരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. ശ്രീ കുരീപ്പുഴ ജോസാൻ്റണിയുടെ ഡോണ എന്ന ചെറുകഥയാണ് ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തത്. ഈ വിധത്തിൽ ഒരു കഥാപ്രസംഗാവിഷ്കാരം നടത്താൻ എന്നെ പ്രോത്സാഹിപ്പിച്ച ശ്രീ അജയകുമാർ, ശ്രീ ഷാജികുമാർ, ശ്രീ CV പ്രസന്നകുമാർ എന്നീ സ്നേഹിതന്മാരോടും കലവറയില്ലാതെ പിന്തുണ നൽകിയ ലൈബ്രറി പ്രസിഡന്റ് ശ്രീ M സുഭാഷിനോടും സെക്രട്ടറി ശ്രീ K സതീശനോടും മറ്റ് കമ്മിറ്റി അംഗങ്ങളോടുമുള്ള എൻ്റെ കൃതജ്ഞത ഇവിടെ പ്രകാശിപ്പിക്കുന്നു. ഈ കഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിനോടുള്ള അഗൈതവമായ സ്നേഹവും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തട്ടെ. കഥാപ്രസംഗ കലയുടെ ആസ്വാദനത്തിൽ പരിണതപ്രജ്ഞരായ നിങ്ങളേവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. അഭിവാദനം. ഇതിൽ പങ്കെടുക്കുന്നത് ശ്രീകുമാറിനെ കൂടാതെ കല്ലട ശശി ഹാർമോണിയം, രവിദാസ് തബല, ജോയ് ക്ലാർനറ്റ്, മധു ഗിറ്റാർ, സുഭാഷ് ഇഫക്റ്റ്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു സായാഹ്നത്തിൽ ഈ കഥ ആരംഭിക്കുന്നു. സായന്തനാരുണമനോജ്ഞമരീചി തങ്കച്ചായം കൊടുക്കുന്ന ചിത്രം വിചിത്രം. പ്രേമാർദ്രനായി രസികനാ ശീതാംശു സല്ലപിക്കാൻ സരസം വരുന്ന നേരം. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് തൻ്റെ തേര് തെളിച്ചു കഴിഞ്ഞു. കൂറ്റൻ വൃക്ഷങ്ങൾക്കിടയിലേക്കിതാ ആ അരുണകിരണങ്ങൾ വ്യാപിക്കുന്നു. ആ വർണ്ണരശ്മികൾ ആകാശത്ത് വരയ്ക്കുന്ന ചിത്രം എത്ര വിചിത്രമായിരിക്കുന്നു. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി. രാഗാർദ്രനാകും രാഗേന്ദുവെന്നു വരുവാനൊരുങ്ങുന്നുണ്ടയാടകൾ നെയ്തും. രാഗാർദ്രനാകും രാഗേന്ദുവെന്നു വരുവാനൊരുങ്ങുന്നുണ്ടയാടകൾ നെയ്തും. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി. ഇതാ കുരിശിത്തറ തറവാടിന്റെ ഗേറ്റിന് മുന്നിൽ ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു. രണ്ട് കൈയിലും വളരെയേറെ ഭാരമുള്ള രണ്ട് വലിയ പെട്ടികൾ തൂക്കിയിട്ടുണ്ട്. ഗേറ്റ് തുറക്കാൻ ആരെയും കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അയാൾ തന്നെ ഗേറ്റും തുറന്നു ദാ മുറ്റത്തിലൂടെ നടക്കും. മുറ്റമാകെ അസ്തമന സൂര്യന്റെ മഞ്ഞ കിരണങ്ങൾ വാരി വിതറിയതുപോലെ. ആ ശീതാംശു, ആ ചന്ദ്രൻ ഇതുവരെ വന്നു ചേർന്നിട്ടില്ല. വരുവാനുള്ള ഒരുക്കത്തിലാണ്. എവിടെയോ തന്റെ ഉടയാടയും നെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഗാർദ്രനാകും രാഗേന്ദുവെന്നു വരുവാനൊരുങ്ങുന്നുണ്ടയാടകൾ നെയ്തും. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി. ആരാണാവൂ ഈ യുവാവ്? എന്തിനായിരിക്കാം അയാളിവിടെ വന്നു ചേർന്നത് എന്നല്ലേ? കുരിശിത്തറ തറവാട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന തൻ്റെ അമ്മയെ കാണാൻ, അമ്മയെ ശുശ്രൂഷിക്കാൻ പ്രിയപ്പെട്ട പുത്രൻ റിച്ചി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മ വളരെയേറെ കാലമായി സുഖമില്ലാതെ തളർന്ന് കിടപ്പിലാണ്. അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്ന
മകൻ റിച്ചി അമ്മയെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാട്ടിലെത്തിച്ചേർന്നത്. പെട്ടിയും താഴെ വെച്ചിട്ട് ആ യുവാവ് കോളിംഗ് ബെല്ലമർത്തി. വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നു കൊടുക്കുന്ന ആ യുവസുന്ദരിയെ കണ്ട് റിച്ചി ആകെ അമ്പരന്നു പോയി. ഇതിഹാസ തുല്യമായ ഒരു നായികയെപ്പോലെ, ഒരത്ഭുതാംഗി. ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടന കളേബരവും ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടന കളേബരവും സ്ഫടിക കൂട്ടിലിണക്കിയൊരുക്കിയ സാലഭഞ്ജികയെ പോൽ സ്ഫടിക കൂട്ടിലിണക്കിയൊരുക്കിയ സാലഭഞ്ജികയെ പോൽ ഇവളൊരു സാലഭഞ്ജികയെ പോൽ ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടന കളേബരവും. 18 വയസ്സ് തികയുന്ന ഒരു മലയാളി ജൗളിക്കടകളിലെ കണ്ണാടിക്കൂട്ടിലെ സാലഭഞ്ജിയെ പോലെ മെലിഞ്ഞ ശരീരം, മന്ദഹാസം നിൽക്കുന്ന മുഖം. അഴകിയലും കരിവണ്ടുകൾ മിന്നും ഇമകൾ തുറന്നടയും നിരുനയനം അഴകിയലും കരിവണ്ടുകൾ മിന്നും ഇമകൾ തുറന്നടയും നിരുനയനം കോതിയൊതുക്കിയ വേണീഭരമുടു ചാരുസ്മിതയവൾ അവനു സമക്ഷം കോതിയൊതുക്കിയ വേണീഭരമുടു ചാരുസ്മിതയവൾ അവനു സമക്ഷം ലളിതലതകളാം ഭുജദ്വയവും രതിരസ നടന കളേബരവും. അവളുടെ ഇമകൾ വേഗത്തിൽ തുറന്നവൾ. അഴകുള്ള ആ കണ്ണുകൾക്കുള്ളിൽ കരിവണ്ടുകൾ പോലുള്ള കൃഷ്ണമണികളുടെ തുടക്കം. അയഞ്ഞ കോട്ടൺ സാൽവാറും കമ്മീസും കോതി മടക്കി കെട്ടിവെച്ചിരിക്കുന്ന മുടിയിലെ കണ്ടില്ലേ അവളുടെ മുടി? ആ വേണീഭരം മുടിക്കെട്ട് കറ്റയറുത്ത് കെട്ടിവെച്ചിരിക്കുന്നത് ഇടതൂർന്ന മുടി. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ കെട്ടി ഒതുക്കി വെക്കാനും മറ്റും മുടിയൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലോ അത് ഈ തോളിന് മുകളിൽ വെച്ച് ഒരൊറ്റ കട്ടിങ്ങാണ്. ചിലത് വി ഷേപ്പിൽ, ചിലത് യു ഷേപ്പിൽ. ഇങ്ങനെ മുടിയെല്ലാം വെട്ടിക്കുറച്ച് ക്രോപ്പ് ചെയ്ത് നടക്കുന്ന ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ആ ദ്രൗപദിയാണ്. മഹാഭാരതത്തിലെ ധീരനായിക പാഞ്ചാലി. ഹസ്തിനപുരിയിലെ രാജസദസ്സിൽ വെച്ച് ആ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് അവൻ വലിച്ചഴിച്ചിട്ട ആ മുടി വനവാസത്തിനിടയിൽ അവളൊന്ന് ക്രോപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു മഹായുദ്ധവും അതുവഴി ഒരു മഹാദുരന്തവും ഒഴിവാക്കാമായിരുന്നു. സത്യത്തിൽ ഈ മുടി പിടിച്ച് കെട്ടാൻ വേണ്ടിയല്ലേ ആ കുരുക്ഷേത്ര യുദ്ധം നടന്നത്? ആ മുടിക്കെട്ട് അഴിഞ്ഞു വീണ സമയത്ത് തന്നെയല്ലേ അവൾ പ്രതിജ്ഞ ചെയ്തത്? എടാ ദുഷ്ടനായ ദുശാസന, നീ നോക്കിക്കോ, ഈ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാന്തൻ ഭീമസേനൻ ഒരിക്കൽ നിന്റെ മാറിടമിടിച്ച് തകർത്ത് അതിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ടുവന്ന് ഈ മുടിയിൽ പുരട്ടിയാൽ മാത്രമേ ഞാൻ ഈ മുടി പിടിച്ച് കെട്ടുകയുള്ളൂ. നോക്കണം, എത്ര അചഞ്ചലമായ വാക്കുകൾ, ശുഭാപ്തി വിശ്വാസവും തൻ്റെ ഇടവും തുടിക്കുന്ന വാക്കുകൾ. ഇത്ര ധീരതയുള്ള ഒരു നായികയെ വിശ്വസാഹിത്യം ഒന്നാകെ പരിശോധിച്ചാലും കാണുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ധർമ്മപുത്രനും ഭീമനും അർജുനനുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ കാലക്രമേണ വിസ്മരിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അവൾ തൻ്റെ അഴിഞ്ഞുകിടക്കുന്ന മുടി കാട്ടി ഭീമസേനനെ ഉന്മത്തനാക്കുമായിരുന്നു. അങ്ങനെ സ്വല്പം പിശക് പിടിച്ച സാധനമാണ് ഈ മുടിയെ. ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിലതോ മുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ ചന്ദനലതയിലതോ മുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലെ ചെറിയൊരു പനി നീരലർച്ചൂടിയ നെഞ്ചുകുരഭരം വിലസി വിമലെ ചെറിയൊരു പനി നീരലർച്ചൂടിയ നെഞ്ചുകുരഭരം. മഹാകവി ചങ്ങമ്പുഴ
തൻ്റെ മനസ്സിനി എന്ന കാവ്യത്തിലെ നായികയുടെ മുടിയെക്കുറിച്ച് വർണ്ണിച്ചതാണ് ഞാനിപ്പോൾ പാടിയത്. ഒറ്റപ്പത്തിയും 1000 ഉടലുകളുമുള്ളൊരു പാമ്പ് ഒരു ചന്ദനവള്ളിയിൽ ചുറ്റി തലകീഴായി കിടന്നാൽ എങ്ങനെയിരിക്കും? അതാണ് മുടി. ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം. ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം. ചന്ദനലതയിലതോ മുഖശയനം ചന്തമുടിങ്ങനെ ചെയ്യുമ്പോൾ. ചന്ദനലതയിലതോ മുഖശയനം ചന്തമുടിങ്ങനെ ചെയ്യുമ്പോൾ. വിലസി വിമലെ ചെറിയൊരു പനി നീരലർച്ചൂടിയ നെഞ്ചുകുരഭരം. വിലസി വിമലെ ചെറിയൊരു പനി നീരലർച്ചൂടിയ നെഞ്ചുകുരഭരം. റിച്ചിയുടെ നോട്ടം ചെന്ന് പതിച്ചതും അവിടെ തന്നെയാണ്. അവനാ വേണീഭരമൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. കണ്ണിനെ അവളിൽ നിന്നും പറിച്ചു മാറ്റാനാകുന്നില്ല. കോതിയൊതുക്കിയ വേണീഭരമൊടു ചാരുസ്മിതയവൾ അവനു സമക്ഷം. കോതിയൊതുക്കിയ വേണീഭരമൊടു ചാരുസ്മിതയവൾ അവനു സമക്ഷം. ഇതാ അവൾ അവന് നേരെ കൈകൾ നീട്ടി സ്വയം പരിചയപ്പെടുത്തുന്നു. സ്വാഗതം, ഞാൻ ഡോണ. ഞാൻ ഡോണ. പ്രിയമുള്ളവരെ, ഈ കഥ രചിച്ച ശ്രീ ജോസ് ആന്റണി കുരിപ്പുഴ ഈ കഥയ്ക്ക് നൽകിയ പേര് ഇതാണ്, ഡോണ. കഥാപ്രസംഗ ആവിഷ്കരണത്തിന് ഞാൻ നൽകിയ പേരും അത് തന്നെ, ഡോണ. കുരിപ്പുഴ ജോസ് ആന്റണി നമ്മളൊരു പുതിയ ലോകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. റോബോട്ടുകളുടെ സ്വകാര്യ ലോകത്തേക്ക്, യന്ത്രമനുഷ്യരുടെ ആരും കാണാത്ത വികാര വിചാരങ്ങളുടെ ലോകത്തേക്ക്. എത്ര ദീർഘവീക്ഷണമുള്ള എഴുത്തുകാരനാണ് ജോസ് ആന്റണി. റോബോട്ടുകളുടെ വരുംകാല ജീവിത പരിണാമത്തെക്കുറിച്ച് ഈ കഥയിലൂടെ അദ്ദേഹം പ്രവചിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ വികാര വിചാരങ്ങളോടും പ്രതികരണങ്ങളോടും കൂടിയ യന്ത്രമനുഷ്യനെ ശാസ്ത്രലോകം കണ്ടെത്തുമെന്ന അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. 2009 പ്രസിദ്ധീകരിച്ച ക്രീക്ക് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരം, അതിലാണ് ഈ ഡോണ എന്ന കഥയുള്ളത്. ഇതൊരു പ്രത്യേക രചനാശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. വായനക്കാരനെ അവിശ്വസനീയതകൾക്കെല്ലാം അപ്പുറത്തുള്ള ശാസ്ത്രവിചാരങ്ങളിലേക്ക്, ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ് നമ്മെ. നോവലുകളുടെയും കവിതകളുടെയും ഇതിഹാസ പുരാണ കഥകളുടെയും ഒക്കെ കഥാപ്രസംഗാവിഷ്കാരം കേട്ട് രസിച്ച നിങ്ങളുടെ മുമ്പിൽ തികച്ചും വ്യത്യസ്തമായൊരു കഥ പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഏവരുടെയും പ്രോത്സാഹനം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ തുടരുന്നു. അഴകിയലും കരിവണ്ടുകൾ മിന്നും ഇമകൾ തുറന്നടയും നിരുനയനം. കോതിയൊതുക്കിയ വേണീഭരമൊടു ചാരുസ്മിതയവൾ അവനു സമക്ഷം. അവന്റെ നേരെ നീട്ടിയ അവളുടെ കൈവിരലുകളുടെ ഭംഗി റിച്ചി ഒന്ന് നോക്കിക്കണ്ട് ആസ്വദിച്ചു. എന്തു ഭംഗിയായിരിക്കുന്നു! നേർത്തു നീണ്ട വിരലുകൾ, വെട്ടിയൊതുക്കി ചായം തേച്ച നഖങ്ങൾ. അവൻ ആ കരം ഗ്രഹിച്ചുകൊണ്ട് നിന്നപ്പോൾ, അവൾക്ക് ഹസ്തദാനം ചെയ്തുകൊണ്ട് നിന്നപ്പോൾ റിച്ചിക്ക് തോന്നിയത്, കണ്ടു മടങ്ങിയ ദേശങ്ങളിലെങ്ങും കണ്ടറിയാത്ത കലാശില്പം. കണ്ടു മടങ്ങിയ ദേശങ്ങളിലെങ്ങും കണ്ടറിയാത്ത കലാശില്പം. അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖനിമിഷം. അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖനിമിഷം. അവനെ കൈത്തലം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അതിൽ നിന്ന് പിടിവിടാൻ തോന്നില്ല. ചിലരങ്ങനെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെയൊക്കെ ഹസ്തദാനം ചെയ്യാൻ അവസരം ലഭിച്ചാൽ സംസാരിച്ച് തീരുന്നതുവരെ അങ്ങനെ അങ്ങ് നിൽക്കും. ചിലർ ഇടയ്ക്കിടയ്ക്കൊന്ന് ചൊറിയുകയും ചെയ്യും. അമേരിക്കയിൽ നിന്നെത്തിയ റിച്ചിക്ക് ഇതൊന്നും ഒരു പുതിയ അനുഭവമല്ല. അവിടെ ഹസ്തദാനം മാത്രമല്ലല്ലോ, അവർ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ടല്ലേ അതിഥികളെ സ്വീകരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ യുവാക്കൾ ആലോചിക്കുകയായിരിക്കും,
എത്ര കാശ് ചെലവായാലും വേണ്ടില്ല, അമേരിക്കയിലൊന്ന് പോകണടാ. നമ്മുടെ റിച്ചി എത്രയോ സ്ത്രീ പുരുഷന്മാരെ കണ്ടിരിക്കുന്നു, ഹസ്തദാനം ചെയ്തിരിക്കുന്നു. പക്ഷെ അവർക്ക് ആർക്കുമില്ലാത്ത ഒരു അപൂർവമായ ഒരു സ്പർശന സുഖം. അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖനിമിഷം. അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖനിമിഷം. എന്റെ തോന്നലുകളായിരിക്കാം. അമേരിക്കയിൽ പലയിടങ്ങളിലായി എത്രയോ തരം റോബോട്ടുകളെ കാണാനും അവയുടെ പ്രവർത്തനങ്ങളിലെ കൗതുകം ആസ്വദിക്കാനും ആ നിർമ്മാണങ്ങളിലെ ശാസ്ത്രീയത വായിച്ചറിയാനും എത്രയോ അവസരം ലഭിച്ചിരിക്കുന്നു. പക്ഷേ കണ്ടുമടങ്ങിയ ദേശങ്ങളിലെങ്ങും കണ്ടറിയാത്ത കലാശില്പം. അനിർവചനീയമിതെന്നെ ഗ്രസിക്കും അപൂർവ സ്പർശന സുഖനിമിഷം. ലോകത്ത് 18 ലക്ഷം റോബോട്ടുകൾ ഉണ്ടെന്നാണ് കേൾവി. പകുതിയിലധികവും ജപ്പാനിലാണ്. വ്യവസായശാലകളിലെ കഠിനമായ ജോലികൾ ചെയ്യുന്നതിനാണ് അവയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. ഇങ്ങനെ എന്തെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷേ ഈ രൂപത്തിലൊരു യന്ത്രമനുഷ്യനെ ഞാൻ ആദ്യമായി കാണുകയാണ്. ഇതാ അവൾ അവനെ അകത്തേക്ക് ആനയിച്ചു. അവൻ ആരെ കാണാനാണോ ആഗ്രഹിച്ചത്, അതാ അവൻ്റെ അമ്മച്ചി അവിടെ ശിരോഭാഗം ഉയർത്തിവെച്ചിരിക്കുന്ന കട്ടിലിൽ തളർന്നു കിടക്കുന്നു. അതിയായ ആവേശത്തോടെ അവൻ ഓടിയെടുത്തു. അമ്മച്ചിയുടെ തളർന്ന ശരീരം സ്വന്തം ശരീരത്തോട് ചേർത്തു. മുഖത്തോട് മുഖം ചേർത്തവൻ ആശ്ലേഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം മാതൃവാത്സല്യത്തിൻ്റെ ഇളം ചൂട് അവൻ്റെ മാറിൽ പടർന്നൊഴുകുന്നത് പോലെ അനുഭവപ്പെട്ടു. അമ്മതൻ വാത്സല്യ ദുഃഖം നുകർന്നു കൊണ്ടോ മനപുത്രന്റെ ഹൃദയാംബരം. അമ്മതൻ വാത്സല്യ ദുഃഖം നുകർന്നു കൊണ്ടോ മനപുത്രന്റെ ഹൃദയാംബരം. തെളിയുന്നു നക്ഷത്ര പുഷ്പങ്ങൾ പോലെ, അഴലലകൾ അതിലലിയുന്ന അനുഭൂതികൾ പോലെ. തെളിയുന്നു നക്ഷത്ര പുഷ്പങ്ങൾ പോലെ, അഴലലകൾ അതിലലിയുന്ന അനുഭൂതികൾ പോലെ. അമ്മതൻ വാത്സല്യ ദുഃഖം നുകർന്നു കൊണ്ടോ മനപുത്രന്റെ ഹൃദയാംബരം. മാതൃവാത്സല്യത്തിന്റെ മാധുര്യം ആസ്വദിക്കാത്തവരാരുണ്ട്? ഓരോ മനുഷ്യന്റെയും പിൽക്കാല ജീവിതത്തിന്റെ കരുത്തും സൗന്ദര്യവും എല്ലാം ആ വാത്സല്യം നൽകുന്ന ദാനമല്ലേ? അമ്മതൻ വാത്സല്യ ദുഃഖം നുകർന്നു കൊണ്ടോ മനപുത്രന്റെ ഹൃദയാംബരം. തെളിയുന്നു നക്ഷത്ര പുഷ്പങ്ങൾ പോലെ, അഴലലകൾ അതിലലിയുന്ന അനുഭൂതികൾ പോലെ. എന്നു മാത്രം ആ വാത്സല്യത്തെ അനാദരിക്കുന്നവരുണ്ട്, അതിനെ വിസ്മരിക്കുന്നവരുണ്ട്. അവർ ജീവിതത്തിന്റെ ദുരിതക്കയങ്ങളിലേക്ക് ആഴ്ത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ജീവിതം ഒരു മഹാസാഗരമല്ലേ. കവികളും ചിന്തകന്മാരുമെല്ലാം ജീവിതത്തെ അങ്ങനെയാണ് രൂപണം ചെയ്തിട്ടുള്ളത്. ജീവിതസാഗരം, കടലിന്റെ ആഴവും പരപ്പും, ഒരിക്കലും അടങ്ങാത്ത തിരമാലയും തീരവും കാറ്റുമെല്ലാം ജീവിതത്തിന്റെ പ്രത്യക്ഷ ഉപമാനങ്ങൾ തന്നെയാണ്. ആഴത്തിൽ മുങ്ങിത്തപ്പിയാൽ അസുലഭമെങ്കിലും അമൂല്യമായ മുത്തുകൾ നമുക്ക് തപ്പിയെടുക്കാം. മഹത്വമാർന്ന ജീവിതങ്ങൾ നമുക്കിടയിൽ ഈ മുത്തുകൾ പോലെ അപൂർവമല്ലേ? പക്ഷേ വിശാലമായ ഈ ജീവിതസാഗരം നമുക്ക് മുമ്പിൽ ഒരു പശുവിന്റെ കുളമ്പടി പതിയുന്ന വെള്ളം നിറഞ്ഞ ചാലു പോലെ അനുഭവപ്പെടും. എപ്പോഴാണ്? പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ. പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ. പ്രേയസി മക്കൾ പുജുഷ്യർ തുടങ്ങി പ്രേമപരാധീനർ. പ്രേയസി മക്കൾ പുജുഷ്യർ തുടങ്ങി പ്രേമപരാധീനർ. പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം. പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം.
പതേ പതേ നാം പ്രമുദിതർ കാൺമു ഭവാബ്ദി ഗോഷ്പദമായി. പതേ പതേ നാം പ്രമുദിതർ കാൺമു ഭവാബ്ദി ഗോഷ്പദമായി. ഭവാബ്ദി ഗോഷ്പദമായി. ഭവാബ്ദി ഗോഷ്പദമായി. മറുകര കാണാനാകാത്ത ഈ ജീവിത സാഗര തീരത്ത് നിന്നുകൊണ്ട് കിതയ്ക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ചുറ്റും മാതാവും പിതാവും കൂടപ്പിറപ്പുകളും ബന്ധുക്കളും മക്കളും അയൽക്കാരും സ്നേഹിതന്മാരുമൊക്കെ വേണം. അയൽക്കാർക്കെല്ലാം വന്നിണങ്ങുവാൻ പാകത്തിൽ നമ്മുടെ ചിത്തവൃത്തികളെ നമ്മൾ പരുവപ്പെടുത്തണം. അപ്പോഴാണ് പ്രേമപരാധീനരായി അവർ നമ്മെ പരിചരിക്കാൻ ചുറ്റുമുള്ളപ്പോഴാണ് ഈ ജീവിതക്കടൽ പശുവിൻ കുളമ്പ് പതിഞ്ഞ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അത്ര ആയാസരഹിതമായിട്ട് ഈ ജീവിതം നമുക്ക് അനുഭവപ്പെടും. ഇന്നിപ്പോൾ ഇവിടെ എന്താണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? വേലിക്കെട്ടുകൾ വളരുന്ന മനസ്സുകളുമായിട്ടാണ് നമ്മുടെ ജീവിതം. വേലികളൊക്കെ മാറ്റി അവയുടെ സ്ഥാനത്തിപ്പോൾ ജർമ്മൻ മതിലുകൾ ഉയരുകയാണ്. അല്പം സമ്പത്തൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ വേലികൾ വളരാൻ തുടങ്ങുന്നത്. മറ്റാരും വേണ്ട എന്നൊരു തോന്നൽ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, അതിനപ്പുറം ഒരു ലോകമില്ല. അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട, മറ്റാരെയും വേണ്ട. അവരെയൊക്കെ നമ്മൾ വൃദ്ധസദനങ്ങളിലാക്കിയിരിക്കുക. പിന്നെയോ അണുകുടുംബം. സ്വന്തം മക്കളും ഇതൊക്കെ കണ്ടുകൊണ്ടാ വളരുന്നതെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. അവരും പഠിച്ചതേ പാടൂ. അതുകൊണ്ടാണ് മഹാകവി ഉള്ളൂർ വിശ്വസാഹോദര്യം പുലർന്ന് കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിൽ ഇങ്ങനെ എഴുതിയത്. പിതാവു മാതാവുട പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ. പിതാവു മാതാവുട പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ. പ്രേയസി മക്കൾ പുജുഷ്യർ തുടങ്ങി പ്രേമപരാധീനർ. പ്രേയസി മക്കൾ പുജുഷ്യർ തുടങ്ങി പ്രേമപരാധീനർ. പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം. പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം. പതേ പതേ നാം പ്രമുദിതർ കാൺമു ഭവാബ്ദി ഗോഷ്പദമായി. പതേ പതേ നാം പ്രമുദിതർ കാൺമു ഭവാബ്ദി ഗോഷ്പദമായി. ഭവാബ്ദി ഗോഷ്പദമായി. ഭവാബ്ദി ഗോഷ്പദമായി.